നമ്മൾ കഴിഞ്ഞ ദിവസം ഇടുക്കിയിലെ മഴക്കെടുതിയിൽ ഒരു ട്രാവലർ ഒഴുകി പോകുന്നത് നമ്മൾ കണ്ടു, തകർന്ന് തരിപ്പണമാകുന്നത് കണ്ടു. പക്ഷേ അതിന്റെ പിന്നിൽ 3 പേരുടെ ഉപജീവന മാർഗമാണ് ഇല്ലാതായത്. ട്രാവലറിന്റെ ഉടമ റെജിമോനെ കൂടാതെ ഡ്രൈവർമാരായ സന്തോഷ്, രാജകൃഷ്ണൻ എന്നിവരാണ് പ്രതിസന്ധിയിലായത്. മുതൽ ട്രാവലറിന്റെ ഉടമ റെജിമോന്റെയും സുഹൃത്തുക്കളായ സന്തോഷിന്റെയും അപ്പു എന്ന രാജകൃഷ്ണന്റെയും ഉപജീവന മാർഗമായിരുന്നു ഈ വാഹനം. സുഹൃത്തുക്കളുടെ സഹായം കൊണ്ടും വായ്പയെടുത്തും വാങ്ങിയ വാഹനമാണ് കഴിഞ്ഞ ദിവസം ഇടുക്കിയിലുണ്ടായ മലവെള്ളപ്പാച്ചിലിൽ ഒഴുകിപ്പോയത്. ഇതോടെ വലിയ പ്രതിസന്ധിയിലാണ് 3 പേരും. 10.5 ലക്ഷം രൂപയ്ക്കാണ് വാഹനം വാങ്ങിയത്. മോടി കൂട്ടാൻ 5.5 ലക്ഷം രൂപയുടെ ചെലവ് കൂടി വന്നു. 22,250 രൂപ പ്രതിമാസം അടവുള്ള വാഹനത്തിന് ഇനി 2.5 വർഷം കൂടി അടവ് ബാക്കിയുണ്ട്. ഇത് എൻ്റെ 2 സുഹൃത്തുക്കളുണ്ട്. അവരുടെ 1-2 പേരുടെ സഹായവും പിന്നെ ഫിനാൻസിൽ നിന്ന് ലോണും ഇട്ടിട്ടാണ് വണ്ടി എടുത്തത്. വാഹനം ഫുൾ ഫിനാൻസിലുള്ള വാഹനമാണ്. സാമ്പത്തികമായി വളരെയധികം ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ എങ്ങനെയെങ്കിലുമൊക്കെ ഇനിയും വീണ്ടും ഒന്ന് കയറി വരണം. നമ്മുടെ ഡ്രൈവറാണ് നമ്മളെ വിളിച്ച് പറഞ്ഞത്. ശരിക്കും ഈ വാഹനം കൈകാര്യം ചെയ്യുന്നത് നമ്മുടെ 2 ഡ്രൈവർമാരാണ്. അവരുടെ ഉപജീവന മാർഗ്ഗമാണിത്. അവരതുപോലെയാണ് ഈ വാഹനത്തെ നോക്കുന്നതും കൊണ്ടു നടക്കുന്നതും എല്ലാ കാര്യങ്ങളും അവർ തന്നെയാണ്. സന്തോഷും അപ്പുവുമായിരുന്നു വാഹനം കൈകാര്യം ചെയ്തിരുന്നത് എന്ന് റെജിമോൻ പറയുന്നു. കൽപ്പണിക്കാരനായ ഇടുക്കി കൂട്ടാർ സ്വദേശി റെജിമോൻ കണ്ണൂരിലെ കാടാച്ചിറയിലാണ് ഇപ്പോൾ താമസിക്കുന്നത്. സമീർ സി മുഹമ്മദ്, 24 കണ്ണൂർ. കംപ്ലീറ്റ് കടമെടുത്ത് വാങ്ങിച്ച വണ്ടിയാണ്. ആ വണ്ടി അങ്ങനെ ഒഴുകി പോകുന്നത് കണ്ടു. കംപ്ലീറ്റ് ലോസ് ആണ്. അപ്പോൾ അതിന് ഒന്നും ചെയ്യാൻ കഴിയില്ല. അപ്പോൾ ഈ പറഞ്ഞ ഫിനാൻസുകാർക്കോ സർക്കാരിന് തന്നെയോ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ കഴിയുമെങ്കിൽ ചെയ്തു കൊടുക്കണം. പാവങ്ങളാണ് അല്ലേ? അതെ, അവരുടെ ഉപജീവന മാർഗം എന്തായാലും തിരികെ കിട്ടട്ടെ, ജീവിതം മുന്നോട്ട് പോകട്ടെ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.